ഇതാണ് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള സാംസങ് ഗാലക്സി F15 5G എന്ന ഫോൺ. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വിലക്കുറവിൽ വാങ്ങാവുന്ന സാംസങ്ങിന്റെ 5G ഫോൺ എന്ന പ്രത്യേകതയാണ്. അതായത് 15,000 രൂപയിൽ താഴെ നമുക്ക് 5G ഫോൺ, അതും സാംസങ്ങിന്റെ ഫോൺ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഗാലക്സി F15 എന്ന് പറയുന്ന ഫോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ പോലും ഈ ഒരു ഫോൺ മറ്റ് ഫോണുകൾ നൽകാത്ത ചില പ്രത്യേകതകൾ നൽകുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. അതായത് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ പ്രൈസ് പോയിന്റിൽ സാംസങ് ഈ ഒരു ഫോണിനത് നൽകിയിരിക്കുന്നത്. സാധാരണ 15,000 രൂപയിൽ താഴെ അല്ലെങ്കിൽ ഒരു 12,000 രൂപയിൽ താഴെ വില വരുന്ന സ്മാർട്ട് ഫോണുകളിലൊക്കെ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അവിടെയാണ് സാംസങ്ങിന്റെ സിഗ്നേച്ചർ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഫോണിന് നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. നോക്കി, ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 800 നിറ്റ്സ് ആണ്. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ സാധാരണ അത്രയും പീക്ക് ബ്രൈറ്റ്നസ് വരുന്ന ഫോണുകൾ അധികം വരാറില്ല. 400, 500, 600 നിറ്റ്സ് ഒക്കെയാണ് സാധാരണ ഈ പ്രൈസ് പോയിന്റിലുള്ള മറ്റ് ഫോണുകളുടെ പീക്ക് ബ്രൈറ്റ്നസ്. ഇവിടെ 800 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് വിഷൻ ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടി കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ എത്ര ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റിൽ നിന്നാലും നമുക്ക് വിസിബിൾ ആണ്. അതായത് ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു വിഷയവും വരുന്നില്ല. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന മറ്റ് ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 39% ബ്രൈറ്റർ ആണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. മാത്രമല്ല ഇതിന്റെ ഡിസ്പ്ലേ നമുക്ക് കണ്ണിന് അധികം ഹാനികരമല്ലാത്ത ഡിസ്പ്ലേ ആണ്. അതായത് ഐ കെയർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമുക്കറിയാം സ്മാർട്ട് ഫോണുകളുടെ ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് എമിഷനാണ് കണ്ണിന് പലപ്പോഴും ഹാനികരമാകുന്നത്. എന്നാൽ ഈ ഒരു ഫോണിൽ അത്തരത്തിലുള്ള ആ ഒരു ബ്ലൂ ലൈറ്റ് എമിഷൻ വളരെ കുറവാണ്. മാത്രമല്ല ഈ ഒരു ക്വിക്ക് പാനൽ ഏരിയയിൽ നമ്മൾ ഇത്തരത്തിൽ ഐ കംഫർട്ട് ഷീൽഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് എമിഷൻ എല്ലാം പരമാവധി ഒഴിവാക്കിക്കൊണ്ട് കണ്ണിന് ഹാനികരമല്ലാത്ത തരത്തിൽ ഫോണിന്റെ ഡിസ്പ്ലേ മാറുകയാണ്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റ്, അതായത് അണ്ടർ 15,000 പ്രൈസ് സെഗ്മെന്റിൽ സാധാരണ കണ്ടുവരാത്ത ബാറ്ററി കപ്പാസിറ്റിയാണ് സാംസങ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതായത് 6000 mAh ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ അല്ലെങ്കിൽ ഇന്ന് വരുന്ന മിക്ക ഫോണുകളിലും 5000 mAh ബാറ്ററിയാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ 6000 mAh കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്കൊരു 2-3 ദിവസം നമുക്ക് ഇതിന്റെ ബാറ്ററി ലൈഫ് ലഭിക്കും, ഹെവി ആയിട്ട് യൂസ് ചെയ്തില്ല എങ്കിൽ. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന് ഈ പ്രൈസ് പോയിന്റിൽ അങ്ങനെ അധികം കാണാത്ത 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ 10 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്. അങ്ങനെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നുമില്ല. ഇവിടെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും മാത്രമല്ല 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫോണിന്റെ ബോക്സിനോടൊപ്പം ചാർജർ ഇല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. മീഡിയടെക്കിന്റെ 6100+ എന്ന് പറയുന്ന 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. 13 വ്യത്യസ്ത 5G ബാൻഡുകളുടെ സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകും. അപ്പോൾ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ 5G ബാൻഡുകളും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് ചുരുക്കം. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഈ ഒരു ഫോണുമായിട്ട് ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയാലും അവിടെയൊക്കെയുള്ള ബാൻഡുകൾ ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ഫോണിനകത്ത് RAM+ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് 4GB RAM ബേസ് വേരിയന്റും അതുപോലെ 6GB RAM ഹയർ വേരിയന്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 4GB RAM ആണ്. അപ്പോൾ 4GB RAM വേരിയന്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2GB കൂടി ആഡ് ചെയ്തുകൊണ്ട് 6GB റാമിലേക്ക് മാറും. അതല്ല 4GB ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4+4 അതായത് 8GB റാമിന്റെ ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും. എന്നാൽ നിങ്ങൾ 6GB RAM ഫോണാണ് വാങ്ങുന്നതെങ്കിൽ ടോട്ടൽ 12GB റാമിന്റെ ഒരു എഫക്റ്റ് ഇത്തരത്തിൽ RAM+ലൂടെ നേടാൻ സാധിക്കും. 128GB ആണ് ഇതിന്റെ ഇന്റേണൽ സ്റ്റോറേജ് വരുന്നത്. കൂടാതെ 1TB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ ഇതിനകത്ത് മെമ്മറി കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റാം ടൈപ്പ് എന്ന് പറയുന്നത് LPDDR4X റാമും അതുപോലെ UFS 2.2 ആണ് ഇതിന്റെ ഒരു സ്റ്റോറേജ് ടൈപ്പ്. ഫോണിന്റെ ബാക്കിലെ ക്യാമറ സെറ്റപ്പിലേക്ക് വന്നാൽ 3 ക്യാമറകളാണ് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ പ്രൈമറി സെൻസർ ആയിട്ട് 50 മെഗാപിക്സലിന്റെ ക്യാമറ കൊടുത്തിരിക്കുന്നു. അതൊരു വൈഡ് ആംഗിൾ സെൻസർ ആണ്. പിന്നീട് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആയിട്ട് ഒരു 5 മെഗാപിക്സലിന്റെ ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ക്യാമറ ആയിട്ട് ഫോണും ഒബ്ജക്റ്റും വളരെ അടുത്ത് കൊണ്ടുവന്ന് മാക്രോ ഫോട്ടോകൾ എടുക്കാനായിട്ട് 2 മെഗാപിക്സലിന്റെ ഒരു സെൻസറും നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സെൽഫി എടുക്കാനായിട്ട് ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് 13 മെഗാപിക്സലിന്റെ സെൽഫി സെൻസർ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ ക്യാമറ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഫൺ, അതുപോലെ പോർട്രേറ്റ് മോഡ്, ഫോട്ടോ, വീഡിയോ, മോറിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ പ്രോ മോഡ് ഉണ്ട്, പനോരമിക്, ഫുഡ്, നൈറ്റ്, മാക്രോ, സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ് എന്നീ മോഡുകൾ നമുക്ക് കാണാം. വീഡിയോ വിഭാഗത്തിലേക്ക് വന്നാൽ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഫുൾ HD 30 frames per second വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. അതുപോലെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോഴും നമുക്ക് മാക്സിമം ഫുൾ HD 30 frames per second വരെയുള്ള
വരെയുള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. സാംസങ്ങിന്റെ മുൻ ഗാലക്സി മോഡലുകൾ കണ്ടിട്ടുള്ളത് പോലുള്ള ഒരു സിഗ്നേച്ചർ ഡിസൈൻ ആണ് ഈ ഒരു ഫോണിനും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഡിസൈൻ. ഇവിടെ ഈ ക്യാമറ മൊഡ്യൂളിന്റെ പ്രത്യേകിച്ച് ബമ്പോ ഒന്നും കൊടുത്തിട്ടില്ല. 3 ക്യാമറകൾ വളരെ നീറ്റായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കാണാം. അതുപോലെ സാംസങ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നല്ല ഗ്ലോസി ഫിനിഷാണ് ഫോണിന് കൊടുത്തിരിക്കുന്നത്. അത് ഫിംഗർ പ്രിൻ്റ് ഒന്നും അങ്ങനെ അധികം പതിയുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയൽ അല്ല നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്. ഇവിടെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. ഈ പവർ ബട്ടണിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ ചില ഫോണുകളിലെങ്കിലും ബാക്കിൽ ഫിംഗർ പ്രിന്റ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ സൈഡ് മൗണ്ട് കൊടുത്തു. സ്പീക്കർ ഗ്രില്ല് കാണാം. അതുപോലെ ചാർജിങ്ങിന് USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്കും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഇതാണ് സിം ട്രേ. മുകളിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതായത് ഒരേ സമയം 2 നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇതിനകത്ത് ഉപയോഗിക്കാം. ജാസി ഗ്രീൻ, ഗ്രൂവി വയലറ്റ്, ആഷ് ബ്ലാക്ക് എന്നീ 3 നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ജാസി ഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു കളർ വേരിയന്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇൻ ഹാൻഡ് ഫീൽ ഒക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. കയ്യിൽ പിടിക്കാനൊക്കെ ഒതുങ്ങിയ ഒരു ഡിസൈൻ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചൊരു വെയിറ്റ് സാധാരണ ഫോണുകളേക്കാൾ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതിനകത്ത് 6000 mAh ബാറ്ററിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു വെയിറ്റ് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അധികം കാണാത്ത മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. 4 പ്രധാനപ്പെട്ട ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളാണ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. നിലവിൽ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് 14 തന്നെ കൊടുത്തിട്ടുണ്ട്. 4 അപ്ഡേറ്റുകൾ എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് 18 വരെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് ഈ ഒരു ഫോണിനകത്ത് നൽകും. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 5 വർഷം കണ്ണു അടച്ച് വേണമെങ്കിൽ പോലും ഈ ഒരു ഫോൺ ഉപയോഗിക്കാമെന്ന് ചുരുക്കം. കാര്യം സോഫ്റ്റ്വെയർ സൈഡിൽ അപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഈ ഒരു ഫോൺ നിലകൊള്ളും. UA വെർഷനും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 6.1 വെർഷനാണ് നൽകിയിരിക്കുന്നത്. സാംസങ്ങിന്റെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള സാംസങ് നോക്സ്, അതുപോലെ തന്നെ നമ്മൾ പബ്ലിക്കിനിടയിൽ നിന്നൊക്കെ ഫോൺ കോളുകൾ ചെയ്യുമ്പോൾ നമ്മളുടെ സൗണ്ട് മാത്രം പിടിച്ചെടുത്ത് നോയ്സുകൾ കുറച്ച് അങ്ങേ തലയ്ക്കൽ കേൾപ്പിക്കുന്ന തരത്തിലുള്ള വോയിസ് ഫോക്കസ് വീഡിയോകളൊക്കെ ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെയും സൗണ്ട് പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള ഓൾ സൗണ്ട് ഫീച്ചർ തുടങ്ങിയവയെല്ലാം ഈ പ്രൈസ് പോയിന്റിലും സാംസങ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്തുള്ള ഈ ഒരു ക്വിക്ക് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അടുത്തുള്ള മറ്റ് ഫോണുകളിലേക്കും ദൂരെയുള്ള ഡിവൈസുകളിലേക്കും അതുപോലെ പ്രൈവറ്റ് ആയിട്ടും ഒക്കെ നമുക്ക് ഫയൽ കൈമാറ്റം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സാംസങ്ങിന്റെ നോക്സ് വോൾട്ട് എന്ന് പറയുന്ന ഫീച്ചറും ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെക്യൂർ ഫോൾഡർ എന്ന് പറയുന്ന ഫീച്ചറും ഈ ഒരു ഫോണിലും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നമുക്ക് പ്രൈവറ്റ് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഈ ഒരു സെക്യൂർ ഫോൾഡറിനകത്ത് നമുക്ക് നമ്മളുടെ ഫിംഗർ പ്രിന്റ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പാസ് കോഡ് കൊടുത്തുകൊണ്ടോ മറ്റാരും കാണാത്ത രീതിയിൽ ഇതിനകത്ത് സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സാംസങ്ങിന്റെ വില കൂടിയ ഫോണുകളിൽ കാണുന്ന സാംസങ് വാലറ്റ് എന്ന് പറയുന്ന ഫീച്ചറും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് ഡിജി ലോക്കർ ആപ്പ് അറിയാം. ഗവൺമെന്റ് നൽകുന്ന നമ്മളുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഡിജിറ്റലി സൂക്ഷിക്കാവുന്ന ആപ്പാണ് ഡിജി ലോക്കർ. അത് ഇന്റഗ്രേറ്റ് ചെയ്ത സാംസങ്ങിന്റെ ആപ്പാണ് സാംസങ് വാലറ്റ്. ഇതിനകത്ത് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അതുപോലെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഐഡികൾ, അതുപോലെ UPI വാലറ്റുകൾ, ബിൽ പേയ്മെന്റ്, അതുപോലെ ടിക്കറ്റ് ബോർഡിംഗ് പാസുകൾ, നമ്മുടെ കോവിഡ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിജിറ്റലി ഈ ഒരു ആപ്പിനകത്ത് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. അപ്പോൾ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്പ് നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു സാംസങ് വാലറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ. ഈ ഒരു ഫോണിനകത്ത് വില കുറവാണെങ്കിലും ബ്ലൂടൂത്തിന്റെ ലേറ്റസ്റ്റ് വെർഷൻ 5.3 നൽകിയിട്ടുണ്ട്. അതുപോലെ ഡ്യുവൽ ബാൻഡ് വൈഫൈ നൽകിയിട്ടുണ്ട്. 2.4 GHz വൈഫൈയും 5 GHz വൈഫൈയും സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഈ ഒരു ഫോണിന്റെ ഹോട്ട്സ്പോട്ട് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോണിൽ നിന്ന് ഡേറ്റ മറ്റൊരാളുടെ ഫോണിലേക്ക് ഹോട്ട്സ്പോട്ട് വഴി ഷെയർ ചെയ്താൽ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഒരു യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ലിമിറ്റ് ചെയ്യാനും സാധിക്കും. നമ്മുടെ ഫോണിൽ നിന്ന് പർട്ടിക്കുലർ ആയിട്ടുള്ള മറ്റൊരു ഫോണിലേക്ക് മാക്സിമം ഇത്ര GB ഉള്ള ഡേറ്റ ഷെയർ ചെയ്താൽ മതി തുടങ്ങിയ റെസ്ട്രിക്ഷൻസ് നമുക്ക് വെക്കാനും ഒക്കെയുള്ള ഓപ്ഷൻ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണെന്ന് കൂടി വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക് കൊണ്ടാണ് ഈ ഒരു ഫോണിന്റെ വോളിയം റോക്കേഴ്സും അതുപോലെ സിം ട്രേയും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിന്റെ ബോക്സ് തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഈ പേപ്പറും റീസൈക്കിൾഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ അധികം കോട്ടം വരുത്താതെയാണ് ഈ ഒരു ഫോൺ നിർമ്മിച്ചതെന്ന് ചുരുക്കം.
ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. സൗണ്ട് നല്ല ലൗഡാണ്, ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ഒരു മികച്ച ഹിറ്റായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വിലക്കുറവിൽ വാങ്ങാവുന്ന സാംസങ്ങിന്റെ 5G ഫോൺ എന്ന പ്രത്യേകതയാണ് സാംസങ് ഗാലക്സി F15 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളത്. അടുത്തതായിട്ട് ഇതിന്റെ പ്രൈസിംഗ് ആണ്. ഇന്ന് അതായത് മാർച്ച് 4-ാം തീയതി ഇതിന്റെ എയർലി സെയിൽ ഓഫർ പ്രകാരം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബേസ് വേരിയന്റ് വന്നിട്ട് നമുക്ക് 11,999 രൂപയ്ക്ക് വാങ്ങാം. അതുപോലെ ഇതിന്റെ 6GB റാം വേരിയന്റ് വന്നിട്ട് 13,999 രൂപയ്ക്കും വാങ്ങാം. കൂടാതെ 1,699 രൂപ വില വരുന്ന ഇതിന്റെ ട്രാവൽ അഡാപ്റ്റർ ഈ ഓഫർ പ്രകാരം നമുക്ക് 299 രൂപയ്ക്കും വാങ്ങാവുന്നതാണ്. എന്ത് തന്നെയായാലും ഈ പ്രൈസ് പോയിന്റിൽ അതിമനോഹരമായിട്ടുള്ള സാംസങ് ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി F15.